ശബരിമലയിൽ അടുത്തൊരു വിവാദം വന്നിട്ടുണ്ട്. സദ്യ കൊടുക്കാമോ കൊടുത്തുകൂടെ? ദേവസ്വം ബോർഡ് പ്രസിഡന്റായി ചുമതലയെടുത്തപ്പോൾ തൻ്റെ കൂടി ഒരു ഭരണപരിഷ്കാരം എന്നുള്ള നിലയിൽ വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഭരണപരിഷ്കാരം ശ്രീ കെ ജയകുമാർ അവർ കൊണ്ടുവന്നു. അവിടെ പുലാവും സാമ്പാറും അതുപോലുള്ള കുറേ കാര്യങ്ങളാണ് കൊടുക്കുന്നത്. അതൊരു പഴഞ്ചൻ ഫുഡ് രീതിയാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് ചോറ് അല്ല പ്രധാനം, പുലാവാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് പുലാവ് വളരെ പ്രധാനപ്പെട്ടതല്ല. അതുകൊണ്ട് ചോറിലേക്ക് പോകണം, കുറേ കറികളിലേക്കും പപ്പടത്തിലേക്കും പായസത്തിലേക്കും ഒക്കെ പോകണം എന്ന് കെ ജയകുമാർ അവർ ഒരു തീരുമാനമെടുത്തു. അപ്പോൾ ഇതിനെതിരെ വ്യാപകമായിട്ടാണ് ആചാര്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഭാഗങ്ങളിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വരുന്നത്. കാരണം ഇപ്പം നമ്മൾ തന്ത്രി കുടുംബത്തെക്കുറിച്ചും പോറ്റിമാരെക്കുറിച്ചും ഒക്കെ ഉള്ള വീഡിയോസ് ചെയ്യുമ്പോഴാണ് ആ വിഭാഗങ്ങളിൽ നിന്ന് തന്നെ ഇപ്പോൾ ജയകുമാർ സാറിനോടൊന്നും ചെന്ന് പറയാനുള്ളൊരു ധൈര്യം അവർക്കില്ല. അതുകൊണ്ട് ഇത് കൃത്യമായി ഒന്ന് വീഡിയോ പോലെ ചെയ്യണം എന്നോട് പറഞ്ഞാൽ ഒരിക്കലും ജയകുമാർ സാറിനെ പോലുള്ള എടുക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എടുക്കുന്ന തീരുമാനത്തെ ചോദ്യം ചെയ്യാനോ എതിർക്കാനോ അല്ല. പക്ഷേ ചില കാര്യങ്ങൾ ശബരിമലയെക്കുറിച്ച് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തീരുമാനമെടുത്താലും ഗവൺമെന്റ് എടുത്താലും തന്ത്രി എടുത്താലും പോറ്റി എടുത്താലും ആരെടുത്താലും അറിഞ്ഞിരിക്കേണ്ട ചില ആചാര കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല. 1902 അവിടെ സ്വന്തമായി തീപിടിച്ചു. അതായത് അവിടുത്തെ വിളക്കിൽ നിന്ന് തീപിടിച്ചു. അന്ന് വിഗ്രഹമൊക്കെ എടുത്തുകൊണ്ട് പോയി പോറ്റി എമ്പ്രാന്തിരി കുളത്തിൽ ഭസ്മക്കുളത്തിൽ കിടന്ന കഥയൊക്കെ ഉണ്ട്. പിന്നെ ദിവസമാണ് കണ്ടുപിടിച്ച് ആ കഥയുണ്ട്. അതിനുശേഷം 1950 അവിടെ തീവച്ചു. അതിനൊരു കോടാലി ജോസഫ് തീവച്ചു, സ്വാമി തീവച്ചു. വലിയ വിവാദമായതിനു ശേഷം മാവേലിക്കര വലിയ ഇല്ലത്തുള്ള ഈശ്വരൻ നമ്പൂതിരിയാണ് പിന്നെ അവിടെ പോറ്റിയായി വന്നത്. ഈശ്വരൻ നമ്പൂതിരിക്ക് പോറ്റിയായി കിട്ടിയതിൻ്റെ കഥ നമ്മളിപ്പോൾ വീഡിയോസ് ഇതിനകത്ത് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തന്നെ ശബ്ദം ഞങ്ങളിന്ന് പുറത്ത് വിടുന്നുണ്ട്. അപ്പോൾ അത് അറിയാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഈശ്വരൻ പോറ്റിയുടെ ശബ്ദവും കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് അദ്ദേഹത്തെ തിരുവിതാംകൂർ രാജാവിൻ്റെ അവിടെ നിന്ന് അദ്ദേഹം രാത്രി 10 മണിക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞ കഥയൊക്കെ നമ്മളതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ക്ഷേത്രത്തിൽ അപ്പോൾ ലഘു പൂജയെ നടത്താൻ പാടുള്ളൂ. അവിടെ ഉത്സവം പാടില്ല, പടിപൂജ പോലുള്ള സ്ഥിരമായി പടിപൂജ പാടില്ല, മറ്റ് പൂവിടൽ പോലുള്ള കാര്യങ്ങൾ വളരെ മറ്റ് ക്ഷേത്രങ്ങൾ ചെയ്യുന്നത് പോലെ നിരന്തരം മന്ത്രഘോഷങ്ങളും ബഹളങ്ങളും പാടുള്ളൊരു ക്ഷേത്രമല്ല അത്. മണികണ്ഠൻ ശാസ്താവിൽ ലയിച്ചു നമ്മൾ പറയാറില്ല, വിലയിച്ചു. അതിനുശേഷം ധ്യാനത്തിലിരിക്കുന്നതാണ്. ധ്യാനത്തിലിരിക്കുന്ന ഒരു ചെറുപ്പപ്രായത്തിലുള്ള ഒരാളിനെ ഏറ്റവും കുറച്ച് ശബ്ദവും ബഹളവും ഉത്സവവും ഒക്കെ നടത്താൻ പാടുള്ളൂ. അതുകൊണ്ട് ലഘുപൂജയാണ് അവിടെ നടക്കുന്നത്. 1951 അവിടെ പുനഃപ്രതിഷ്ഠ നടന്നതിന് ശേഷം, അതായത് 50 കത്തി 1 വർഷത്തിലൊടുത്ത് പുനഃപ്രതിഷ്ഠ നടന്നതിന് ശേഷം പുനഃപ്രതിഷ്ഠ നടത്തുന്ന അന്നൊരു പ്രതിജ്ഞ എടുത്തിട്ടുണ്ട്. ആ പ്രതിജ്ഞയിൽ പറയുന്നത് ഈ ലഘു പൂജകൾ മാത്രമേ ഇവിടെ നടത്തുകയുള്ളൂ. ഇവിടെ അല്ലാതെ പടിപൂജ പോലുള്ള ഉത്സവം പോലുള്ള കാര്യങ്ങൾ നടത്തില്ല. ഇത് ഒരു വശത്ത് നിൽക്കുന്ന ലഘുപൂജ. രണ്ടാമത്തുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശബരിമലയ്ക്ക് ഒറിജിനൽ ആചാരം അപ്പൊ ചോദിക്കുന്നത് പ്രായോഗികമാണോ? നമ്മൾ പ്രായോഗികമാക്കണം. അതാണ് ശബരിമല, അതാണ് നമ്മുടെ ലക്ഷ്യം. ഈ ചാനലിന്റെയൊക്കെ ലക്ഷ്യം അതാണ്. 41 ദിവസം വ്രതം എടുക്കണം. ഒരു പക്ഷേ അത് 7 ദിവസം 8 ദിവസം 3 ദിവസം എന്നൊക്കെ പറഞ്ഞ് എടുക്കുന്നുണ്ട്. എന്തായാലും 41 ദിവസം വ്രതം എടുക്കണം. താടി വളർത്താൻ ഷേവ് ചെയ്യാൻ പാടില്ല, ലൈംഗികമായ ബന്ധപ്പെടൽ പാടില്ല. പുരുഷന്മാരാ മാത്രമല്ലേ പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ 3 നേരം കുളിക്കുക, ക്ഷേത്രത്തിൽ പോയിട്ടോ വീട്ടിന്റെ പൂജാമുറിയിൽ നിന്നിട്ടോ അല്ലെങ്കിൽ ഫോട്ടോയുടെ അയ്യപ്പന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവത്തിന്റെ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ദൈവത്തിന്റെ ഫോട്ടോയുടെ മുമ്പിൽ നിന്നാണ് മാല ഇടുന്നത്. അതുപോലെ മാല ഊരുന്നതും അങ്ങനെയാണ്. അപ്പൊ മാല ഇടുന്നത് മുതൽ മാല ഊരുന്നത് വരെ ലഘുഭക്ഷണമാണ് കൂടുതൽ അതുകൊണ്ടാണ് കഞ്ഞി വീഴ്ത്തൊക്കെ നമ്മൾ വെച്ചത്. അല്ലെ പിന്നെ എല്ലാ അമ്പലങ്ങളും അന്നദാനം ഉണ്ടല്ലോ, അപ്പൊ അന്നദാനം വെച്ചാൽ പോരെ. അന്നദാനം വെച്ച ആളുകൾ കൊടുക്കാതെ കഞ്ഞി വീഴ്ത്തിലേക്ക് പോകുന്നത് ലഘുഭക്ഷണം കഴിച്ചുകൊണ്ട് താനും തന്റെ ശരീരവും തന്റെ മനസ്സും കൂടി അയ്യപ്പനിൽ അർപ്പിച്ചുകൊണ്ട് അയ്യപ്പ സ്വാമിയായി ക്ഷേത്രത്തിൽ പോകുന്നു എന്നാണ്. അപ്പൊ അതുകൊണ്ട് മാല ഇടുന്ന എല്ലാവരും നമുക്ക് സ്വാമി എന്നാണ് നമ്മൾ വിളിക്കുന്നത്. സ്ത്രീകൾ മാലയിട്ടാൽ അവരെ കുഞ്ഞുങ്ങളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും കൊച്ചുകുട്ടികളും മുതിർന്നവരാണെങ്കിൽ സ്ത്രീ വിഭാഗത്തിൽ വരുന്നവരാണെങ്കിൽ നമ്മൾ മാളികപ്പുറം എന്ന് വിളിക്കും. അല്ലാത്തവരെ സ്വാമി എന്ന് വിളിക്കും, അയ്യപ്പ എന്ന് വിളിക്കും, അയ്യപ്പ സ്വാമി എന്ന് വിളിക്കും. അപ്പോൾ ഇവരും അയ്യപ്പ സ്വാമിയാണ്. അപ്പോൾ അയ്യപ്പ സ്വാമി കഴിക്കുന്ന ലഘുഭക്ഷണങ്ങൾ മാത്രമേ ഈ ഭക്തരും കഴിക്കാവൂ. അപ്പൊ പിന്നെ ഒരു ചോദ്യമുണ്ട്. അവിടെ ഈശ്വരൻ പോറ്റി ഉണ്ടായിരുന്ന കാലത്ത് തിരുവോണ നാളുകളിൽ സദ്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. അന്ന് 2 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, വളരെ കുറച്ച് പേരെ വരുന്നുള്ളൂ. അപ്പൊ അവരുടെ പിന്നെ തിരുവോണ ദിവസവും സ്പെഷ്യൽ ദിവസങ്ങളിലുള്ളത് വേറെ പൂജയാണ്. ഇപ്പൊ അവിടെ 5 ദിവസത്തെ ബ്രഹ്മ വിഷ്ണു മഹേശ്വര ഗണപതി മുരുകൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള 5 പേരെ കണക്കാക്കിയിട്ടുള്ള കാര്യമുണ്ട്. പൂർണ്ണ പുഷ്കലയെ കൊണ്ടുവച്ചുള്ള മകരജ്യോതി തിരുവാഭരണം ഇട്ടുകൊണ്ടുള്ള ഒരു ദിവസത്തേക്ക് രാജകുമാരനായി
പിന്നെ ദേവകുമാരനിൽ നിന്ന് മാറി രാജകുമാരനായി ഒരു ദിവസത്തേക്ക് മാറുന്ന രാജാവിന്റെ ആഗ്രഹപ്രകാരം, പന്തളം അവിടുത്തെ അച്ഛന്റെ ആഗ്രഹപ്രകാരം ഒരു ദിവസത്തേക്ക് മാത്രം ഒരു വിവാഹിതനായി ഭാര്യസമേതം ഇരിക്കുന്നതായ ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുവന്ന് പൂർണ്ണയും പുഷ്കലയോ എന്ന രണ്ട് ചെറിയ രൂപങ്ങളൂടെ കൊണ്ടുവച്ച് ആടയാഭരണങ്ങൾ മുഴുവൻ അണിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന ഭാര്യാസമേതനായിരിക്കുന്ന ഒരു അയ്യപ്പനെയും ഒരു ദിവസത്തേക്ക് മഹരവുമായി ബന്ധപ്പെടുത്തി അവിടെ വരാറുണ്ട്. അപ്പോൾ അതെല്ലാം വളരെ സ്പെഷ്യൽ കേസാണ്. അല്ലാതെ നോർമൽ കേസിൽ സദ്യ ഇല്ല. അപ്പോൾ അങ്ങനെ ഇല്ലാത്തൊരു വിഷയം ശബരിമലയിൽ ആരോട് ആലോചിച്ചിട്ടാണ് ദേവസ്വം പ്രസിഡന്റ് ഇത് പ്രഖ്യാപിച്ചത്? ഇതിനകത്തൊരു അനുബന്ധമായ ഒരു കാര്യമുണ്ട്. ദേവസ്വം മെമ്പർമാരും എതിരാണ്. അവരെ കമ്മിറ്റിയിൽ ആലോചിക്കാതെ ഇത് ചെയ്തു എന്നുള്ളതിന് അവരും എതിരാണ്. ഇനി ഒരു കാര്യം കൂടി ശബരിമലയിൽ വരുന്നുണ്ട്. ഇപ്പൊ കരാർ കൊടുത്തിരിക്കുന്നത് ഈ സീസണിലേക്കാണ്. അപ്പൊ ആ കരാർ എങ്ങനെ മാറ്റും? അടുത്ത ചോദ്യമുണ്ട്. കരാർ എങ്ങനെ മാറ്റും? എന്തായാലും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്രങ്ങളോടൊക്കെ പറഞ്ഞിരിക്കുന്നത് ഇത് കൃത്യമായി കൊണ്ടുവരുമെന്നുള്ളതാണ്. അപ്പോൾ കൊണ്ടുവരണം വേണ്ട എന്നുള്ളതൊക്കെ ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണ്. നമുക്കതിൽ അഭിപ്രായമേ ഇല്ല. പക്ഷെ ഇങ്ങനെ ഒരു ആചാരപരമായ ഒരു ചിട്ടവട്ടമുള്ള ക്ഷേത്രമാണ് ശബരിമലയെന്നും ദയവായി മറ്റൊരു ക്ഷേത്രത്തിൽ ചെയ്യുന്ന പരിഷ്കാരങ്ങളും ശബരിമലയിൽ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിഷ്കാരം വേണ്ടെന്നല്ല, പരിഷ്കാരങ്ങൾ വേണം. നമ്മൾ തിരുപ്പതിയിൽ പോയാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് അന്നദാനപ്പുര ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അന്നദാനപ്പുരയിൽ പോകാം, പല സ്ഥലങ്ങളിലും പോകാം. പക്ഷേ തീർത്ഥാടന സമയത്ത് നമുക്ക് അങ്ങനെ കിട്ടാറില്ല. അതുപോലെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ കൊടുക്കാൻ പറ്റുന്ന ഒരു ക്ഷേത്രമല്ല. അന്നദാനം എന്ന് പറയുന്നത് ലഘുഭക്ഷണത്തിലേക്ക് പോകണം. ബാക്കി അവർ വേണമെങ്കിൽ പിന്നെ അവർ വീട്ടിൽ പോയി സദ്യ കഴിച്ച് മാല ഊരിയതിന് ശേഷം അവർ സദ്യ കഴിച്ചോട്ടെ. ഇനി വേണമെങ്കിൽ നിലയ്ക്കലിൽ വന്ന് നിലയ്ക്കൽ ക്ഷേത്രത്തിൽ വെച്ച് മാല ഊരിയതിന് ശേഷം നിലയ്ക്കലിൽ അവർക്ക് സദ്യ കൊടുക്കുക. ജയകുമാർ സാർ അങ്ങനെ സദ്യ കൊടുക്കണമെങ്കിൽ നിലയ്ക്കലിൽ സദ്യ കൊടുക്കുക. പക്ഷെ മാല ഊരണം, കുളിച്ച് മാല ഊരണം എന്നുള്ളതാണ്. മാല ഇട്ടുകൊണ്ട് ഇത് കഴിക്കുന്നത് തിരുവോണ ദിവസം പോലുള്ള സ്പെഷ്യൽ ദിവസങ്ങളിൽ അയ്യപ്പനുമായി ചേർന്ന് കഴിക്കുന്നു എന്നുള്ള സങ്കല്പത്തിൽ, കാര്യം അന്ന് സ്പെഷ്യൽ പൂജയുമായിരിക്കും, ചെയ്യുന്നത് പോലെ അല്ല സാധാരണ ദിവസം ചെയ്യുന്നത് എന്നൊരു ഒരു വിമർശനം വിശ്വാസി സമൂഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് ആചാര ലംഘനം ഉണ്ട് എന്ന് പറയുന്ന ആചാര സമൂഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൂടി ചർച്ചയ്ക്ക് വയ്ക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് സദ്യ കൊടുക്കുന്നത് ആചാര ലംഘനം ആണോ?